ബഹുസ്വരതയുടെ കുപ്പായമണിഞ്ഞ് അമേരിക്കയിൽ വേഷം കെട്ടുന്ന ന്യൂയോർക്ക് മേയർ സുഹ്റാൻ മംദാനിയുടെ കാപട്യം നിറഞ്ഞ യഥാർത്ഥ മുഖം ഇതാ ലോകത്തിനു മുന്നിൽ പൂർണ്ണമായി അഴിഞ്ഞു വീണിരിക്കുകയാണ്. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന വിശാലമായ മനസ്സിനെ കുറിച്ച് മൈക്കിന് മുന്നിൽ കിടന്ന് വാതോരാതെ പ്രസംഗിക്കുന്ന ഈ കപട രാഷ്ട്രീയക്കാരൻ RSS സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത് അമേരിക്കയിൽ വന്ന് മാൻഹട്ടനിൽ ഒരു റാലി നടത്തുന്നതിനെ മാത്രം അണയാത്ത പകയോടെ എതിർക്കുന്നത് എന്തിൻ്റെ പുറത്താണ്? സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കും സങ്കുചിത താല്പര്യങ്ങൾക്കും ഒട്ടും ചേരാത്തത് കൊണ്ട് മാത്രം ലോകമെമ്പാടുമുള്ള ഒരു ജനതയുടെ സാംസ്കാരിക കൂട്ടായ്മയെ തടയാൻ നോക്കുന്ന മംദാനിയുടെ ഈ നീക്കം കേവലം അസഹിഷ്ണുതയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അങ്ങേയറ്റം അപകടകരമായ കടുത്ത വർഗീയതയുടെ പച്ചയായ തെളിവ് തന്നെയാണ്. ഡൽഹി കലാപത്തിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസും കോടതികളും കണ്ടെത്തി അകത്തിട്ട പ്രതികളുടെ മോചനത്തിനായി നിരന്തരം വാദിക്കുന്ന ഇയാൾ ന്യൂയോർക്ക് നഗരത്തെ പ്രത്യേക താല്പര്യക്കാരുടെ കുടിയേറ്റ കേന്ദ്രമാക്കി മാറ്റാനുള്ള തിരക്കിലാണ്. മുൻകാലങ്ങളിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആരാധ്യരായ ദൈവങ്ങളെയും പരസ്യമായി അധിക്ഷേപിച്ചിട്ടുള്ള ഈ തീവ്രവാദ പ്രീണനക്കാരനോട് ലോകം ഒരേ സ്വരത്തിൽ ചോദിക്കുകയാണ്: നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ബഹുസ്വരത എന്നാൽ ഇഷ്ടമുള്ളവരെ മാത്രം തലോടുകയും ഇഷ്ടപ്പെടാത്തവരുടെ മേൽ കല്ലെറിയുകയും ചെയ്യുന്ന കൊടും ഫാസിസമാണോ? സ്വന്തം മുഖത്തെ കറുപ്പ് മറച്ചു പിടിക്കാൻ പരക്കം പായുന്ന ഈ മേയറുടെ ചീഞ്ഞഴുകിയ രാഷ്ട്രീയ മുഖംമൂടിയാണ് ഇപ്പോൾ ഓരോരുത്തരായി വലിച്ചീറിക്കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 29-ന് മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടക്കുന്ന യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻ എന്ന വലിയൊരു മഹാസംഗമത്തെ അട്ടിമറിക്കാൻ മംദാനി നടത്തിയ കുടില നീക്കങ്ങളെ BJP നേതാവ് നളിൻ കോഹ്ലിയും പ്രശസ്ത US ഗായിക മേരി മിൽബണും ചേർന്ന് ശക്തമായ ഭാഷയിലാണ് തുറന്നു കാട്ടിയത്. തീവ്രവാദ ചിന്തകളെ വെള്ളപൂശാൻ നോക്കുന്ന മംദാനിക്ക് ലോകത്തെ മറ്റ് സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും അംഗീകരിക്കാനുള്ള വിശാലതയില്ലെന്ന് മേരി മിൽബൺ തുറന്നടിച്ചത് അത്രയും സത്യമാണ്. അമേരിക്കയുടെ നിയമങ്ങളും സ്വാതന്ത്ര്യവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പരിപാടി തടയാൻ തനിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ് ഇയാളിപ്പോൾ തടിയൂരുന്നത്. എന്നാൽ അമേരിക്കയിലെ ശക്തരായ ഇന്ത്യൻ സമൂഹത്തെയും ബിസിനസ് പ്രമുഖരെയും പിണക്കിക്കൊണ്ട് കളിച്ചാൽ സ്വന്തം മേയർ കസേര എപ്പോൾ തെറിക്കുമെന്ന് മംദാനി ഇനിയെങ്കിലും ചിന്തിക്കണം. ഇന്നത്തെ ഇന്ത്യ പഴയതുപോലെയല്ല എന്ന കാര്യം വിദേശ മണ്ണിലിരുന്ന് ഇന്ത്യയെ എതിർക്കാൻ നോക്കുന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഭാരതീയ സംഘടനകളെ തൊടാൻ നോക്കിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. മേയർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എത്ര വേണമെങ്കിലും കുറ്റപ്പെടുത്താം. പക്ഷേ ഒരു സ്വകാര്യ സാംസ്കാരിക പരിപാടി തടയാൻ അദ്ദേഹത്തിന് യാതൊരു അധികാരവുമില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ ചില നായ്ക്കൾ ഓരിയിട്ടു എന്ന് കരുതി വെളിച്ചമില്ലാതാകുന്നില്ല. വിദേശ മണ്ണിൽ നമ്മുടെ സംസ്കാരവും പൈതൃകവും തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുമ്പോൾ ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ നീക്കങ്ങളെ ചെറുക്കാൻ ലോകമെമ്പാടുമുള്ള ഭാരതീയർ ഒപ്പമുണ്ടാകും. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും ഇരട്ടത്താപ്പുകൾക്കും പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. ലോകത്തിന്റെ ഏത് കോണിലായാലും ഭാരതീയർ ഒന്നിച്ചു നിൽക്കുമ്പോഴും സ്വന്തം സംസ്കാരം അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുമ്പോഴും ചില പ്രത്യേക ശക്തികൾക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. സുഹ്റാൻ മംദാനിയെ പോലുള്ള നേതാക്കൾ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായി എപ്പോഴും ഇത്തരം വിഭാഗീയ ചിന്തകളെയാണ് കൂട്ടുപിടിക്കുന്നത്. എന്നാൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടെയുള്ള നിയമങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും മാനിക്കാൻ പോലും ഇവർ തയ്യാറാകില്ല എന്നത് കൗതുകകരമാണ്. അമേരിക്കൻ ജനതയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മതപരമായ ഒത്തുചേരലുകളെയും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു നഗരത്തിന്റെ മേയർ കസേരയിൽ തുടരാൻ അർഹതയുള്ളത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഈ സമ്മേളനം ലോകമെമ്പാടുമുള്ള ഹിന്ദു സമൂഹത്തിന് വലിയൊരു ഊർജമാണ് നൽകുന്നത്. ആയിരക്കണക്കിന് പ്രവാസികൾ ഒത്തുകൂടുന്ന ഈ വേദിയിൽ വെച്ച് നടക്കുന്ന പരിപാടികൾക്ക് തടസ്സം നിൽക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം രാഷ്ട്രീയ കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിലെ ഇന്ത്യൻ ഡയസ്പോറ എന്നത് വെറും ഒരു ചെറിയ വിഭാഗമല്ല. അവിടുത്തെ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും നിർണായക സ്വാധീനമുള്ള ശക്തമായ ഒരു ലോബിയാണ്. അവരെ പിണക്കുന്നത് നഗരത്തിന്റെ വളർച്ചയെയും സാമ്പത്തിക ഭദ്രതയെയും തന്നെ ദോഷകരമായി ബാധിക്കുമെന്ന് തിരിച്ചറിയാൻ മേയർക്ക് കഴിയാതെ പോകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അപക്വതയെയാണ് കാണിക്കുന്നത്. ഇത്തരം വ്യാജ പ്രസ്താവനകളും എതിർപ്പുകളും കൊണ്ട് ഭാരതത്തിന്റെയോ ഹൈന്ദവ സംസ്കാരത്തിന്റെയോ വളർച്ചയെ തടയാൻ ആർക്കും സാധിക്കില്ല.
വിദേശ മണ്ണിൽ സ്വന്തം വേരുകൾ തേടിപ്പോകുന്ന പുതിയ തലമുറയ്ക്കും പ്രവാസികൾക്കും ഇത്തരം ഒത്തുചേരലുകൾ വലിയൊരു കരുത്താണ് പകരുന്നത്. മേയറുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിഷേധാത്മക പ്രതികരണങ്ങൾ സമൂഹത്തിൽ അനാവശ്യമായ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാനേ സഹായിക്കുന്നുള്ളൂ. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടായ്മകൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ നയങ്ങളും കരുത്തും ലോകരാജ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ പൈതൃകത്തെയും സംഘടനകളെയും ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന ആരുടെയും ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങളെയും തടസ്സവാദങ്ങളെയും പുച്ഛിച്ച് തള്ളിക്കൊണ്ട് നമ്മുടെ ആഘോഷങ്ങളും ഒത്തുചേരലുകളും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതത്തിന്റെ ആത്മീയ മുന്നേറ്റങ്ങളെയും സാംസ്കാരിക കൂട്ടായ്മകളെയും എന്നും ചില ശക്തികൾ ഭയത്തോടെയാണ് വീക്ഷിച്ചിട്ടുള്ളത്. ന്യൂയോർക്ക് പോലെയുള്ള ഒരു ആഗോള നഗരത്തിന്റെ അമരത്തിരിക്കുന്ന വ്യക്തി ഇത്തരം സകുഞ്ചിത ചിന്തകൾക്ക് അടിമപ്പെടുമ്പോൾ അത് ആ പദവിയുടെ അന്തസ്സിനെയാണ് കളങ്കപ്പെടുത്തുന്നത്. സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി വിദേശ മണ്ണിലെ സമൂഹത്തിന്റെ അവകാശങ്ങളെ ഹനിക്കാൻ നോക്കുന്ന മംദാനിയുടെ തന്ത്രങ്ങൾ ഒരിക്കലും വിജയിക്കില്ല. അമേരിക്കൻ ഭരണഘടനയും അവിടുത്തെ ജുഡീഷ്യറിയും എല്ലാവർക്കും തുല്യമായി അവകാശങ്ങൾ നൽകുമ്പോൾ മേയറുടെ വ്യക്തിപരമായ വിദ്വേഷത്തിന്മേൽ ഒരു സാംസ്കാരിക പരിപാടിയെയും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നത് അദ്ദേഹത്തിന് തിരിച്ചടി തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ലോകമെമ്പാടുമുള്ള ഭാരതീയരുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ്. അതിനെതിരെ ശബ്ദമുയർത്തുന്നവർ സ്വന്തം രാഷ്ട്രീയ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാസ ലോകത്തെ നമ്മുടെ സഹോദരങ്ങൾ ഈ നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുകയും തക്കതായ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം എതിർപ്പുകൾ ഒന്നും തന്നെ നമ്മുടെ ഒത്തുചേരലുകളുടെ തിളക്കം കുറയ്ക്കുകയില്ല. സത്യവും നീതിയും പൈതൃകത്തിന്റെ കരുത്തും ലോകത്തിന്റെ മുന്നിൽ ശക്തമായി തെളിയിക്കപ്പെടുന്ന ഒരു വേളയായി ഈ സമ്മേളനം മാറുമെന്നതിൽ സംശയമില്ല. ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്ന ഈ ചരിത്ര മുഹൂർത്തത്തെ തടയാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന് കാലം വീണ്ടും തെളിയിക്കുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ എല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഹൈന്ദവ കൂട്ടായ്മകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത എത്രമാത്രം വലുതാണെന്നാണ്. സൊഹ്റാൻ മംദാനിയെ പോലുള്ള രാഷ്ട്രീയക്കാർ നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ അവരുടെ സ്വന്തം അന്ധതയെ മാത്രമാണ് തുറന്നു കാട്ടുന്നത്. ആഗോളതലത്തിൽ ഭാരതത്തിന്റെ പങ്ക് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സങ്കുചിത താല്പര്യങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് രാജ്യത്തിന്റെയും അതിന്റെ ആത്മീയ ഗുരുക്കന്മാരെയും വിമർശിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയായിരിക്കും വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസി ഭാരതീയരുടെ കണ്ണിലെ കരടായി മാറിക്കൊണ്ട് സ്വന്തം കസേര പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങളാണ് ഈ മേയർ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും ഓഗസ്റ്റ് 29 നടക്കുന്ന ഈ മഹാസമ്മേളനം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടെ വിജയകരമായി നടക്കുമെന്നും അതിനെ തടയാൻ നോക്കിയവരുടെ എല്ലാം വ്യാമോഹങ്ങൾ വെറും ജലരേഖയായി മാറുമെന്നും ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഭാരതീയ പൈതൃകത്തിന്റെ കരുത്തും സ്നേഹവും ഒരുമിച്ച് അണിനിരക്കുന്ന ആ ചരിത്ര നിമിഷം വിദേശ മണ്ണിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഒരിക്കൽ കൂടി വാനോളം ഉയർത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനിയെങ്കിലും ഇത്തരം സങ്കുചിത രാഷ്ട്രീയക്കാർ തങ്ങളുടെ നിലപാടുകൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ രാഷ്ട്രീയമായി വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. സത്യമെന്നും ജയിക്കുക തന്നെ ചെയ്യും. ആ വലിയ വിജയത്തിന്റെ സാക്ഷിയാകാനാണ് ലോകമെമ്പാടുമുള്ള ഓരോ ഭാരതീയനും ഇന്ന് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്താ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.